ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ നിന്നേ ഇച്ചിരി പച്ചക്കറി വെണ്ടത്തൈ, ആനക്കൊമ്പൻ വെണ്ട എന്നാണ് പറയണത് ഇതിന്, ആനക്കൊമ്പൻ. അപ്പൊ ഞാൻ ഇതിന്റെ കുരു പാകി പിടിപ്പിച്ച് ചെറിയ ചട്ടിയിലാക്കിയേക്കണേണ്. അപ്പൊ ഇനി അത് ഇതേപോലെ ഒരു ഗ്രോ ബാഗിൽ ഒരു 3 വെച്ച് നടാന്ന് വിചാരിച്ച്. പച്ചക്കറികളൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്. അപ്പൊ അത് നടണതൊന്ന് നിങ്ങളെ കാണിച്ചേക്കാന്ന് ഓർത്ത്. ഞാനിപ്പോ കുറെ നാളായി ഒരു വീഡിയോ പിടിച്ചിട്ട്. എനിക്ക് വയ്യാതായി. പിന്നെ കൊച്ചിന് സ്കൂള് തുറന്ന കാരണം കൊച്ചിനും വീഡിയോ പിടിക്കാൻ നേരം കിട്ടാനുള്ള. ഇന്നപ്പോൾ വെയിലൊക്കെ ഉണ്ട്. അപ്പം ഒന്ന് പിടിച്ചേക്കാം. വെണ്ടത്തൈ അവിടെ നിന്ന് വലുതായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റൂല. അപ്പം ഇതൊന്ന് പിടിച്ചേക്കാന്ന് ഓർത്ത് ഇന്നൊരു വീഡിയോ ഇടുന്നതാണ്, പച്ചക്കറിയുടെ വീഡിയോ. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ കുറേ ഇതുപോലെ പച്ചക്കറി നട്ടതാണ്. അത് അവിടെ നട്ടിട്ട് ഞാൻ ഇതുപോലെ നട്ട് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചേക്കാന്ന് പറഞ്ഞ്, വലുതാകുമ്പോഴും ഗ്രോ ബാഗിൽ നടുമ്പോഴും ഒക്കെ കാണിച്ചേക്കാന്ന് പറഞ്ഞ് അതാണ് അവിടെ നിൽക്കണത്. അപ്പൊ ഞാൻ ഇന്ന് ഇതിൽ നടന്നതൊന്ന് കാണിച്ചു തരാം നിങ്ങളെ. അപ്പൊ ഞാനിത് ചവറും സവാളത്തുണ്ട്, കരിയില അതൊക്കെ കൂടി ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കും ഇങ്ങനെ നടാൻ വേണ്ടി. അത് കുറച്ച് ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ കുറച്ച് മണ്ണ് കുറച്ച്. അപ്പൊ അതെ കുറച്ച് എന്ത് ചവറിന്റെ ആയാലും കുഴപ്പമില്ല. ഞാൻ സവാളത്തൊണ്ടൊക്കെ ഇച്ചിരി അധികം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ച് ഇങ്ങനെയൊക്കെ നടാലോ എന്ന് വിചാരിച്ച് എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കുന്നു. അതിന്റെ പുറത്ത് ഇച്ചിരി മണ്ണ് ഇട്ട് കൊടുത്ത്, മണ്ണെന്ന് പറയാൻ ഇത് ഞാൻ നമ്മുടെ ചീണക്കമുള്ള മണ്ണും പിന്നെ ഇച്ചിരി മണ്ണ് ഞാൻ നേരത്തെ ഇച്ചിരി കുമ്മായം ഒക്കെ കൂട്ടിയിട്ടേക്കണ മണ്ണാണിത്. നേരത്തെ എന്ന് പറഞ്ഞാൽ 1 മാസത്തിൽ കൂടുതലായി. അപ്പൊ അതും കുറച്ച് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്കും, എല്ലുപൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്ത മണ്ണാണിത്. അപ്പൊ അത് ഇതിന്റെ പുറത്തിട്ട് കൊടുത്തിട്ട് അപ്പൊ ഒരെണ്ണത്തിൽ ഞാൻ ഓർത്തേ ഇത് ഒരുപാട് വലുതാകുകയാണെങ്കിൽ ഞാൻ എടുക്കാം, അല്ലെങ്കിൽ ഒരെണ്ണത്തിൽ ഒരു 2-3 നട്ടു കൊടുക്കും. 3 നടാന്ന് ഓർത്ത്. അപ്പൊ അതൊരു ചെറിയ കുഴി ഇതിൻ്റെ അകത്ത് എടുത്തിട്ട് ആ വേരൊട്ടും പൊട്ടാണ്ടൊക്കെയാണ് ഞാൻ പറിച്ചത്. അമർത്തി കൊടുക്കുക, ഒടിഞ്ഞു പോകാതെയൊക്കെ നോക്കുക. ഇത് ആനക്കൊമ്പൻ വെണ്ടയ്ക്കെന്ന് പറയും. അതിനി വലുതാകുമ്പോ കായിട്ട് കഴിയുമ്പോൾ ഞാനൊക്കെ വെണ്ടയ്ക്ക കാണിച്ചു തരാം. കുരു ഞാൻ വേറൊരു സ്ഥലത്ത് പാകിയിട്ട് അത് 2 ഇല വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അത് എടുത്തിട്ട് ഈ പാത്രത്തിൽ വെച്ച് ഇത്രയും വലുതാക്കി എടുത്തതാണ്. എന്നിട്ട് പിന്നെ ഞാൻ ഗ്രോ ബാഗിലോട്ട് നടാന്ന് വിചാരിച്ച് നടുകയാണ്. അതിന് ഇപ്പൊ നീളം ഒരുപാട് കൂടി വരണേണെങ്കിൽ ഒരു കോലം എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്ത് നമുക്ക് അത് നേരെയാക്കി കൊടുക്കാം. ഇപ്പൊ തൽക്കാലം അതിങ്ങനെ നട്ട് അത് ഒരുപാട് വലുതാവും. വെണ്ടയ്ക്കയും വലിയ വെണ്ടയ്ക്കായിരിക്കും. അപ്പൊ ഇതുപോലെ ഞാൻ പച്ചക്കറി അന്ന് ഞാൻ നട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കാണിച്ചു തന്നാണ് നിങ്ങളെ. അത് അത്രയൊക്കെ വലുതായി. മുളകയിലൊക്കെ മുളക് ഉണ്ടാകാനൊക്കെ തുടങ്ങി. എൻ്റെ കൊച്ചുമോള് പാകി പിടിപ്പിച്ച മുളകാണ്. ഇതൊക്കെ ഒന്ന് നടാന്ന് വിചാരിച്ചു ഞാനിന്ന്. പിന്നെ ഒരു തക്കാളി തൈ അവള് നട്ടതാണ്. അതും വലിയ ബാഗിലോട്ടൊക്കെ നടാന്ന് വിചാരിച്ച് ഇന്ന് ഞാൻ ചെയ്യാന്ന് ഓർത്ത്. അപ്പൊ എൻ്റെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ട് എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക, കമന്റ് ചെയ്യുക. എനിക്ക് തീരെ വയ്യായിരുന്നു. വയ്യാതെ കാരണം തീരെ വയ്യെന്ന് പറഞ്ഞാൽ എനിക്ക് അസുഖങ്ങളൊക്കെ കുറച്ചുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് ഓർത്തൊക്കെയാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പൊ ഇപ്പൊ പിന്നെ ഞാൻ പറയാം, എല്ലാം ശരിയായി കഴിഞ്ഞിട്ട് പറയാം. എൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് എൻ്റെ മുഖത്തിന്റെ വ്യത്യാസം. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുക. ഓക്കെ.